ഹായ് ഫ്രണ്ട്സ്, വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ കപ്പയും ബീഫ് കറിയുമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: തേങ്ങ, പച്ചമുളക്, ഉള്ളി, വേപ്പില, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാമായിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട, ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. ഇതെല്ലാം കൂടെ അരച്ച അരപ്പാണ് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയേക്കുന്നത്. ഇത് നമുക്കൊരു ഉരുളി അടപ്പിൽ വെച്ച് എണ്ണ ചൂടായിട്ട് ഈ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് വെച്ചും നമുക്ക് നന്നായിട്ടൊന്നത് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച് കുറച്ചൊരു 5 മിനിറ്റോളം നമുക്കത് അടപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളമൊന്ന് വറ്റണത് വരെ. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവ നമുക്ക് മാറും. നമ്മളിത് ഗ്യാസിലല്ല, വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളപ്പം കപ്പ ഉപ്പിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ നല്ല നാടൻ കപ്പയാണ്. അപ്പോൾ കപ്പ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചേക്കുകയാണ്. ഒന്ന് തിളച്ചപ്പോൾ തന്നെ വെന്ത നല്ല അടിപൊളി കപ്പയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം, ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ. നമുക്കിനി എരിവ് വേണ്ടുന്നവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ എരിവ് കുറച്ച് മതി എന്നുള്ളവർക്കാണെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. ഞങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണ്ടത് കാരണം ഞങ്ങൾ എരിവ് നോക്കി വെച്ചു ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എരിവ് അവരവരുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി. എരിവ് കുറച്ച് വേണ്ടുന്നവർക്ക് ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇനി അതിൻ്റെ ഉപ്പൊന്ന് നോക്കി വെച്ചു. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ അതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല നാടൻ കപ്പയാണ്, നന്നായിട്ട് വെന്തിരിക്കുന്ന കപ്പയാണ്. നമുക്കിനി ഈ കപ്പ നമ്മുടെ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. കപ്പ നമുക്ക് നന്നായിട്ട് അരപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. കടുക് താളിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞങ്ങൾ കടുക് താളിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ അരപ്പും കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിലാണ് ഒത്തിരി ബുദ്ധിമുട്ടുള്ളത്. നന്നായിട്ട് കപ്പയും അരപ്പും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആകണത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് അടപ്പിൽ നിന്നും ഇറക്കി വെക്കാം. നമുക്ക് ബീഫ് കറിക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, വേപ്പില, മല്ലിയില, ഉരുളൻ ചേർക്കുന്നവർക്ക് ഉരുളൻ ചേർക്കാം.
നമുക്ക് പൊടികൾ വേണ്ടുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നമുക്ക് കുരുമുളക് പൊടിച്ച് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇനി നമുക്കിത് ഒരു ഉരുളി അടപ്പിൽ വെച്ചിട്ട്, നമ്മൾ അടപ്പിലാണ് വെക്കുന്നത്. ഉരുളി നമ്മൾ അടപ്പിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഉരുളി ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, നമുക്ക് കടുക് പൊട്ടിക്കുന്നവർക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് നമുക്കിടാം. നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വേപ്പില ഇടാം. വേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അത് നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, ഇത് വാടാനായിട്ട് മാത്രമുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർത്താൽ മതി. നമുക്ക് അതുവരേക്ക് നമുക്ക് സവാള ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മൾ സവാള കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇടേണ്ട കാരണം നമ്മൾ 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് കാരണം നമ്മൾ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. കുറച്ച് ചുവന്നുള്ളിയും കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂടുതൽ ഉള്ളി സവാളയൊന്നും ചേർത്തിട്ടില്ല, കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടണ വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം. നമ്മൾ ചതച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം നമ്മൾ പിന്നെ സവാള, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളാണ് നമ്മളിതിനകത്ത് ചേർത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് വാടണത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം അത് വാടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ, ഞങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അത് ഇളക്കാം. നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നമ്മൾ പൊടിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ 1 കിലോ ബീഫ് ആയതുകൊണ്ടാണ് നമ്മൾ പൊടികളൊക്കെ കുറച്ചിട്ടേക്കുന്നത്. നമ്മുടെ ബീഫിനനുസരിച്ച് നമുക്ക് പൊടികൾ ചേർക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ബീഫിൽ കുരുമുളകും മസാലയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ പൊടികൾ നമുക്ക് നന്നായിട്ടൊന്ന് മൂക്കണത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മൾ അടപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്, ഗ്യാസിലല്ല. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ അടപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് പൊടി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും മസാലയും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്കിത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി മൂത്തിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൊത്തം നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ, തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആകാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് അത് അവരവരുടെ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചാൽ മതി.
നമ്മൾ ഇത്തിരി ഒരു കുറുകൻ പരുവത്തിലാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. നമുക്കപ്പോൾ നമുക്കിത്തിരി എരിവ് വേണ്ടവർക്ക് നമുക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് എരിവ് അവരവരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. നമുക്കിതിനകത്തേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് അടപ്പത്ത് വെക്കാം. കുറുകി വരുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനും എൻ്റെ മകനും കൂടിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മോന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇച്ചിരി മടിയായിരുന്നു കഴിച്ചു നോക്കാനായിട്ട്. പിന്നെ ഞാനുണ്ടാക്കിയത് ഞാൻ തന്നെ കഴിച്ചു നോക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഇച്ചിരി കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു. കിടിക്ക് സൂപ്പർ കൊള്ളാം. എന്റെ അമ്മ ഉണ്ടാക്കണ്ട പറയല്ല, ശരിക്കും കിടിക്ക് നല്ലോണം മസാലയൊക്കെ ഇറങ്ങി സെറ്റപ്പ് ആയിട്ടുണ്ട്. കിടുക്കിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയണ്ട പറയല്ല, നല്ല നല്ല ടേസ്റ്റ്, നല്ല ബീഫൊക്കെ നല്ല ജ്യൂസി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണ്ട. ബീഫൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ബീഫ് കിട്ടിക്കിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാൻ. ബൈ.